2024 CCL സീസണിന് ഇനി 2 ആഴ്ചകൾ കൂടിയേ ബാക്കിയുള്ളൂ. ടീമുകളെല്ലാം വൻ പരിശീലനത്തിലാണ്. അതിൻ്റെ വീഡിയോകൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട്. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ 3-ാം തീയതിയും 4-ാം തീയതിയും അവർക്കൊരു സെലക്ഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു. അതായത് ഏതാണ്ട് 40ഓളം സിനിമാ നടന്മാർ ആ ഒരു സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സോ അതിൽ നിന്ന് കുറച്ച് പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും അറിയാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം ഇടവേള ബാബുവാണ് അത് ഇതിൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴി പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും സ്ക്വാഡുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും ഇതുവരെ കേരള സ്ട്രൈക്കേഴ്സ് പുറത്തേക്ക് വിടില്ല. എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് 17-ാം തീയതി മാത്രമാണ് പ്രാക്ടീസ് തുടങ്ങുന്നത്. അതായത് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാക്ടീസ് 17-ാം തീയതി തൊട്ടാണ് തുടങ്ങുന്നത്. സോ വെറും 6 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് ഒരു ടീമിനിടയിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം. മിനിമം ഈ ഒരു ടൈം മുതൽ അവർ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്കറിയാവുന്നൊരു കാര്യമാണ്, അവർ സിനിമ ആക്ടേഴ്സാണ്. സോ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ അവർക്കാണ്. നമുക്ക് അവരെയൊന്നും പറയാനും സാധിക്കില്ല. ബട്ട് അവർ കേരളത്തെയാണ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്, മലയാളം ഫിലിം ഇൻഡസ്ട്രിയാണ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. സോ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ ഉറപ്പായിട്ടും കാണിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ 2 ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിൽ CCL എവിടെയാണ് ടെലികാസ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട്. എങ്കിൽ പോലും ഒന്നുകൂടെ പറയാം, ജിയോ സിനിമയിലാണ് നമുക്ക് OTT CCL അതായത് 2024 CCL കാണാൻ സാധിക്കുക. അതുപോലെ TV സോണി 10/5 കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു CCL ആദ്യമായിട്ടാണ്, ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നും ഒരു കംപ്ലീറ്റ് സ്പോർട്സ് ചാനലിലേക്ക് പോകുന്നത്. സാധാരണ കേരളം അല്ലെങ്കിൽ സൂര്യ, ഏഷ്യാനെറ്റ് തുടങ്ങിയ ചാനലുകളിലായിരുന്നു സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ആദ്യമായിട്ടാണ് ഒരു കംപ്ലീറ്റ് സ്പോർട്സ് ചാനലിലേക്ക്, അതായത് സോണി 10/5 പോകുന്നത്. എന്തായാലും അതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം ടെലികാസ്റ്റിങ്ങിലൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ജിയോ സിനിമയും അതുപോലെ തന്നെ സോണി 10/5 അതായത് സോണി സ്പോർട്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ടെലികാസ്റ്റ് കാണാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ വന്ന കാര്യം എന്ന് പറയുന്നത് CCLൻ്റെ ഷെഡ്യൂളിനെ കുറിച്ചാണ്. ഇപ്പോൾ CCL 2024 ഷെഡ്യൂൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. CCLൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിലല്ല വന്നത്, പക്ഷേ കർണാടക ബുൾഡോസേഴ്സിൻ്റെ ഒഫീഷ്യൽ സോഷ്യൽ മീഡിയ പേജിലാണ്. സോ ഇതിൽ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ആദ്യത്തെ മാച്ച് ആർക്കെതിരെയാണ്, ആരൊക്കെയാണ് അവർ ഗ്രൂപ്പ് ഘട്ടത്തിൽ നേരിടാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. എന്തായാലും CCLൻ്റെ ഓപ്പണിംഗ് മാച്ച് തന്നെ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ മാച്ചാണ്. എനിക്കൊന്ന് ഷാർജയിൽ നടക്കുന്നതുകൊണ്ടായിരിക്കും ഓപ്പണിംഗ് മാച്ചായിട്ട് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ മാച്ച് വന്നത്. എന്തായാലും ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത് 23 ഫെബ്രുവരിയിലാണ്. ഇതിൽ കേരള സ്ട്രൈക്കേഴ്സ് നേരിടാൻ പോകുന്നത് മുംബൈ ഹീറോസിനെയാണ്. രാത്രി 7 മണിക്കാണ് മാച്ച് തുടങ്ങുന്നത്. എന്തായാലും രണ്ടാമത്തെ മാച്ച് തൊട്ട് പിറ്റേ ദിവസം തന്നെയാണ് ബംഗാൾ ടൈഗേഴ്സിനെതിരെ, അത് 24 ഫെബ്രുവരി, അതും രാത്രി 7 മണിക്ക് തന്നെയാണ്. അത് 24 മണിക്കൂറിനുള്ളിൽ 2 മാച്ചുകൾ കേരള സ്ട്രൈക്കേഴ്സിന് കളിക്കണം. പിന്നെ മാച്ച് വരുന്നത് മാർച്ച് 3-ാം തീയതിയാണ്. ആ ഒരു മാച്ച് ഹൈദരാബാദിൽ വെച്ചാണ് നടക്കുന്നത്. അതും രാത്രി 7 മണിക്കാണ്. ഈ ഒരു മാച്ചിൽ കേരള സ്ട്രൈക്കേഴ്സ് നേരിടാൻ പോകുന്നത് തെലുങ്കു വാരിയേഴ്സിനാണ്. എന്തായാലും ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മാച്ച് എന്ന് പറയുന്നത് ചെന്നൈ റൈനോസിനെതിരെയാണ്. ഈ ഒരു മാച്ച് നമ്മുടെ കേരളത്തിലാണ്, തിരുവനന്തപുരത്ത് വെച്ചാണ് നടക്കുന്നത്. ഈ ഒരു മാച്ച് കേരള സ്ട്രൈക്കേഴ്സ് നേരിടാൻ പോകുന്നത് ചെന്നൈ റൈനോസിനെയാണ്. എന്തായാലും ഇതൊക്കെയാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മാച്ച്. എന്തായാലും ഈ ഒരു മാച്ചുകളൊക്കെ നോക്കി കേരളത്തിൻ്റെ സാധ്യതകൾ ഇനി എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടീമുകളുടെ സ്ക്വാഡൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. എന്നാലും നമുക്കൊരു കറക്റ്റ് കാര്യം പറയാൻ പറ്റത്തുള്ളൂ. എങ്കിൽ പോലും ഇവരുടെ ചരിത്രം, അതായത് ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ നമുക്ക് സാധ്യതകൾ എങ്ങനെയൊക്കെ ആകും എന്നൊന്ന് നോക്കാം. ആരൊക്കെയായിരിക്കും ടഫ് ഒപ്പോണന്റ്, ആരെ നേരിടാനായിരിക്കും കുറച്ചെങ്കിലും എളുപ്പം എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ആദ്യത്തെ മാച്ച് എന്ന് പറയുന്നത് മുംബൈ ഹീറോസിനെതിരെയാണ്. മുംബൈ ഹീറോസും കേരള സ്ട്രൈക്കേഴ്സും നമ്മൾ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ കേരള സ്ട്രൈക്കേഴ്സിനാണ് കുറച്ചുകൂടെ മുൻഗണന. അങ്ങനെ ഞാൻ പറയാൻ കാരണം കഴിഞ്ഞ സീസണാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും മോശം സീസൺ. 4 മത്സരങ്ങൾ കളിച്ചു, 3-ലും ദയനീയ പരാജയമായിരുന്നു. അതിൽ മുംബൈ ഹീറോസ് മാത്രമായിട്ടാണ് കേരള സ്ട്രൈക്കേഴ്സ് ആകെ ഒന്ന് പൊരുതിയത്. അതുമാത്രമല്ല, കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ മുംബൈ ഹീറോസിനെതിരെ മികച്ച പ്രകടനം കേരള സ്ട്രൈക്കേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ട്. തൊട്ടടുത്ത മാച്ച് ബംഗാൾ ടൈഗേഴ്സിനെതിരെയാണ്. അത് 24 മണിക്കൂറിനുള്ളിൽ 2ാമത്തെ മാച്ചാണിത്. സോ ബംഗാൾ ടൈഗേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ കമ്പാരിറ്റീവ്ലി CCLയിലെ ഒരു ലെസ് സ്ട്രോങ്ങസ്റ്റ് ടീം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതായത് 10 സീസണിൽ അവരേതാണ്ട് ഒരു വട്ടേ CCLയിലെ സെമി ഫൈനൽ എത്തിയിട്ടുള്ളൂ. വേണമെന്ന് വെച്ചാൽ ഈ ഒരു മാച്ച് കേരള സ്ട്രൈക്കേഴ്സിന് വിജയിക്കാവുന്നതാണ്. ഈ കേരള സ്ട്രൈക്കേഴ്സിൻ്റെ അടുത്ത മാച്ച് എന്ന് പറയുന്നത് തെലുങ്കു വാരിയേഴ്സിനെതിരെയാണ്. ഈ ഒരു മാച്ചാണ് കേരള സ്ട്രൈക്കേഴ്സിൻ്റെ ഗ്രൂപ്പ് ഘട്ടത്തിലാണ് ഏറ്റവും ടഫായിട്ടുള്ള മാച്ച്. തെലുങ്കു വാരിയേഴ്സ് തുടർച്ചയായിട്ട് 4 സീസണുകൾ കിരീടം നേടിയ ടീമാണ്, വളരെ ടഫ് ടീമാണ്. സോ ഇവരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് വളരെയധികം കഠിനമാണ്. CCL T10 ആയിട്ട് നടന്ന സമയത്ത് കേരള സ്ട്രൈക്കേഴ്സ് CCLൻ്റെ ഫൈനൽ എത്തിയിരുന്നു. ആ ഒരു ഫൈനലിൽ കേരള സ്ട്രൈക്കേഴ്സും തെലുങ്കു വാരിയേഴ്സുമായിരുന്നു നേരിട്ടത്. ആ ഒരു ഫൈനലിൽ തെലുങ്കു വാരിയേഴ്സ് വിജയിക്കുകയായിരുന്നു. കേരള സ്ട്രൈക്കേഴ്സിൻ്റെ കഴിഞ്ഞ സീസണിലെ ആദ്യത്തെ മാച്ചും തെലുങ്കു വാരിയേഴ്സിനെതിരെയായിരുന്നു. ഒരു ദയനീയ പരാജയമാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. അഖിലക്കിൻ്റെ ആ ഒരു സ്ഫോടക ബാറ്റിയൊക്കെ നമ്മളാരും മറന്നിട്ടുണ്ടാകില്ല. സോ ഈ ഒരു മാച്ച് വിജയിക്കാൻ വളരെയധികം പാടായിരിക്കും. ഇനി അടുത്ത മാച്ച് എന്ന് പറയുന്നത് അതായത് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മാച്ച് ചെന്നൈ റൈനോസിനെതിരെയാണ്. 2 വട്ടം CCLൻ്റെ ചാമ്പ്യന്മാരായിട്ടുള്ള ടീമാണ് ചെന്നൈ റൈനോസ്. പക്ഷേ ചെന്നൈ റൈനോസിൻ്റെ അവസാന കുറച്ച് സീസൺ എന്ന് പറയുന്നത് കുറച്ച് മോശമാണ്. സോ ആ ഒരു ഹിസ്റ്ററി വെച്ച് നോക്കുകയാണെങ്കിൽ വേണമെങ്കിൽ കേരള സ്ട്രൈക്കേഴ്സിന് പറ്റിയൊരു എതിരാളി, അതായത് ഒരു തുല്യ എതിരാളിയാണ് ചെന്നൈ റൈനോസ് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. എന്തായാലും CCLൻ്റെ പുറത്തേക്ക് വന്ന ഷെഡ്യൂൾഡ് ഇമേജ് ഞാനിപ്പോൾ സ്ക്രീനിൽ പങ്കുവച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമായിരിക്കും. എന്തായാലും ഇതുപോലുള്ള കേരള സ്ട്രൈക്കേഴ്സും CCLുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.